എല്ലാവർക്കും നമസ്കാരം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും മനോഹരമായ മുടി എങ്ങനെയാണ് പരിപാലിച്ചു പോരുന്നതെന്നൊക്കെ. അതിന് എനിക്ക് ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റില്ല. കാരണം ഇത് ഇങ്ങനെ പരിപാലിച്ചു പോരാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഒന്നാമത് തന്നെ രാവിലെ എന്നിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ ചടപിടിച്ചിരിക്കും. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു ഇതൊന്ന് കോന്തി തരാൻ പറഞ്ഞു. എനിക്കിത് കോന്താനും പിടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ അവൾ വലിയ മുള്ളുള്ള ചേർപ്പ് വെച്ചിട്ട് കോന്തി ഒക്കെ തരും, ചെടയൊക്കെ നിർത്തി തരും. അപ്പോൾ ഒരു വാളം മുടി പോവും. പക്ഷെ അത് തഴച്ച് വളരുന്നതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്യാറില്ല. പിന്നെ ഇതിന് എന്താ എണ്ണ തേക്കണമെന്നൊക്കെ ചോദിച്ചിരുന്നു. അത് ഇവൾ അടുത്ത പറമ്പിലും പാടത്തൊക്കെ പോയിട്ട് കഞ്ഞുണ്ണി എന്ന് പറഞ്ഞൊരു ചെടിയുടെ ഇല കൊണ്ടുവരും. എന്നിട്ട് അത് നല്ല എള്ളെണ്ണയിൽ കാച്ചി തരും. അത് ആഴ്ചയിൽ 2 പ്രാവശ്യം തേച്ച് പിടിപ്പിച്ചിട്ട് ചന്ദ്രിക സോപ്പിട്ട് കുളിക്കും. അപ്പോൾ അത് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഹെയർ ഡ്രയറൊന്നും ഉപയോഗിക്കരുത്. നല്ല ഈരഴത്തോർത്ത് തന്നെ വേണം. അതെടുത്തിട്ട് നമ്മളിങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഉണക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് അവളെന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നെറുകയിൽ കുറച്ച് രാസനാദിപ്പൊടി ഇടും. ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഞാനൊരു കുട്ടിയെ പോലെയാണ്, ഇങ്ങനെ പരിപാലിച്ച് കൊണ്ട് നടക്കണമല്ലോ മുടിയൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ പോലെ ഞാനിരുന്ന് കൊടുക്കും. അവൾ രാസനാദിപ്പൊടി ഇട്ട് തിരുമ്പി ഒന്ന് ഊതൊക്കെ ചെയ്യും. അത് എന്തിനാണെന്നറിയില്ല. ഊതണത് എനിക്ക് തോന്നണത് നെറുകയിൽ ഊതണത് ആ രാസനാദിപ്പൊടി മുടികളുടെ വേരുകളിലേക്ക് ഇറങ്ങിപ്പോകാനൊക്കെ ആയിരിക്കും. അതിനെന്തെങ്കിലും തിയറിയൊക്കെ ഉണ്ടോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതാണ് ഈ മുടിയുടെ രഹസ്യം. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കളറൊക്കെ ഒന്ന് ചെയ്തു. അതും ഭാര്യ പറഞ്ഞിട്ട് തന്നെയാണ്, ഇതിങ്ങനെ വെറുതെ കറുത്ത് പൂത്തൊലഞ്ഞ് കിടന്നിട്ട് ഒരു കാര്യമില്ല എൻ്റെ ചേട്ടാ, ഒന്ന് കളർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കളർ ചെയ്തു തൃശ്ശൂർ. തൃശ്ശൂർ കളർ ചെയ്യാൻ ചെന്നപ്പോഴാണ് അവിടെയുള്ള പെൺകുട്ടികളും പെണ്ണുങ്ങളും മുഴുവൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഇത്രയും നല്ല മുടി ഈ ചേട്ടന് ചിലവർ കാർന്നൂരെന്നൊക്കെ വിളിക്കാൻ നോക്കി. ഞാനത് നിരുത്സാഹപ്പെടുത്തി. കാർന്നൂരൊന്നും വിളിക്കേണ്ട, അങ്കിളൊന്നും വിളിക്കേണ്ട, ചേട്ടാന്ന് അല്ലെങ്കിൽ പേര് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നാലും ചിലർ സ്വകാര്യമായിട്ട് ആ അങ്കിളുടെ മുടി നോക്കിയേരി, ആ കാർന്നൂരുടെ മുടി നോക്കിയിട്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടില്ല എന്നടിക്കില്ലല്ലോ നല്ലത്. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാവുക, നന്നായി പരിപാലിച്ചു കൊണ്ട് നടക്കുക എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഇതൊക്കെ ചെയ്താൽ ഇങ്ങനെ മനോഹരമായിട്ട് ഒരു മുടിയൊക്കെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മുടിയിൽ ശ്രദ്ധിക്കുക.